എനിക്ക് മനസ്സിലാവുന്നില്ല അൽഗോരിതം, അല്ലെങ്കിൽ അതനുസരിച്ചല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ചാനലാകും, അല്ലെങ്കിൽ ഞാൻ എത്തും എന്നൊരു ഒരു വൻ കോൺഫിഡൻസ് എനിക്കുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫാമിലി ഒരു സപ്പോർട്ട് അതൊക്കെ ഉണ്ട്. നമ്മൾ ജെന്യുവനായിട്ടും ഹോണസ്റ്റായിട്ടും ഇരിക്കുവാണെങ്കിൽ വൺ ഡേ ഡെഫിനറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തും. പക്ഷേ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്കിപ്പായി പോകുന്നതുകൊണ്ട് തന്നെ ഒരു ബിഗ് ഓഡിയൻസിലോട്ട് ഈ കാര്യങ്ങൾ എത്തുന്നില്ല. 50Kയുടെ മേളിൽ പോകുന്ന വീഡിയോസ് ഞാൻ അതിൻ്റെ ഇൻസൈറ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഫോളോവേഴ്സായിട്ടുള്ള ആളുകളുടെ ഒരു 8-6% ഉള്ളൂ. പക്ഷേ 90+ നോൺ ഫോളോവേഴ്സിലേക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു അന്തരം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ കൊളാബ് അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ്റെ കാര്യം. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, മിനിമം ഒരു 5-6 പ്രോഡക്റ്റ് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയ ഒരു സാധനവും ഞാൻ ഉപയോഗിച്ചിട്ട് 2 ദിവസം ഉപയോഗിച്ചിട്ട് സൂപ്പർ കിട്ടുന്ന സാധനം ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ മേടിച്ചോ, ആ പരിപാടി ഞാൻ ഇന്നേവരെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും വലിയൊരു വാസ്റ്റായിട്ടുള്ള ഓഡിയൻസ് കാണുമ്പോൾ നമ്മൾ വന്നിട്ട് ഉപയോഗിക്കാത്തൊരു സാധനം എടുത്തിട്ട് ഇങ്ങനെ സൂപ്പർ സാധനം നിങ്ങൾ മേടിച്ചോ, ഒരു ലിങ്ക് ഉണ്ട് അതിനകത്തൂടെ കയറി മേടിക്കണം, അതിലെന്ത് കാര്യം? ഞാൻ അങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. ബിക്കോസ് അതിനകത്തൊരു ഇതില്ല. കാരണം നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനത്തെ റിവ്യൂവിന് വേണ്ടി മാത്രം ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, UGC റിവ്യൂയിങ് എന്ന് വെച്ചാൽ UGC പ്രൊഡക്ട്സ്, അങ്ങനത്തെ പ്രൊഡക്ട്സ് മാത്രം ചെയ്യുന്ന ചിപ്പി റിവ്യൂയിങ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ചാനൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനെ നോക്കിയാൽ എനിക്ക് 1-2 വീഡിയോ ഉള്ളൂ. കാരണം ഓൾറെഡി പ്രൊഡക്ട്സ് എനിക്ക് മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ എക്സ്ട്രാ ഉള്ള ഒരു 2 അവിടെ ഇട്ടേക്കുന്നത്. അതല്ലാതെ മെയിൻലി ഇപ്പോൾ ഞാൻ വേറെ വ്യത്യാസപ്പെട്ടുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഉപയോഗിക്കാത്ത സാധനം എനിക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്, എണ്ണയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ടില്ല. 2 മാസം ആയില്ല, ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ പറയത്തുള്ളൂ. ഇൻബോക്സിനകത്തും ഏതോ ഒരു മെത്തേയുടെ കമ്പനി, കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കമ്പനി, പിന്നെ ഏതൊരു ഏജൻസി, പിന്നെ ഇലക്ട്രിക്കിൻ്റെ കട, അങ്ങനെ കുറേ സാധനം വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ചോദിക്കുമ്പം അത് ഇതാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബ്രാൻഡുകളാണ് എനിക്ക് ഇൻബോക്സിൽ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. കാരണം നമ്മൾ പരിചയമുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രസ്റ്റുള്ള ബ്രാൻഡുകളല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്. കുറച്ച് പേർക്ക് ഓളല്ലേ ശീലാവധി ചമയെന്ന് അല്ല ഗൈസ്. കാരണം നമുക്കൊരു നിലപാട്, നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ. അപ്പോൾ അത് വിട്ടൊരിക്കലും നമ്മൾ വീഡിയോ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് പരിമിതികളുണ്ട്. എൻ്റെ കണ്ടൻറ്റ് വാല്യുബിൾ എന്ന് തോന്നുന്ന ബ്രാൻഡുകളുമായിട്ടുള്ള പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് റൈറ്റാന്ന് തോന്നുന്ന ബ്രാൻഡുകളുമായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഒത്തു വരുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്കും പ്രൊമോഷനൊക്കെ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റും. എല്ലാം പറഞ്ഞില്ലേ? ഓക്കെ. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു. ഇനി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.